ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻ ഹിയർ. ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾ 30 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് നയിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ, ഫൈബർ, ഹെൽത്തി ഓയിൽസ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചിക്കൻ, അതുപോലെ എഗ്ഗ്, ലെൻറ്റിൽസ് മുതലായവയിൽ നിന്ന് പ്രോട്ടീൻ ധാരാളം ലഭിക്കും. ഫൈബർ എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ഫൈബർ ധാരാളം ലഭിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഓയിൽസ്. ഹെൽത്തി ഓയിൽസ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഗീ മുതലായവ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ പ്രൊബയോട്ടിക് കഴിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഗട്ടിൽ നല്ല ബാക്ടീരിയനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊബയോട്ടിക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തൈര്, മോര്, പിന്നെ ഇഡലി, പിന്നെ പുറത്താവുമ്പോൾ കിംച്ചി, കേഫിർ, യോഗർട്ട് മുതലായവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ആയാലും BP ആയാലും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ ലോസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ജിമ്മിൽ പോകണം. അതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്